അടുത്ത നമ്മൾ രണ്ടാമത്തെ മൊഡ്യൂളിലേക്ക് കടക്കുകയാണ്. രണ്ടാമത്തെ മൊഡ്യൂളിലെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ചോദ്യമാണ് ലിസ്റ്റ് ദി അഡ്വാൻറ്റേജസ് ഓഫ് ഡിജിറ്റൽ മൾട്ടിമീറ്റർ ഓവർ അനലോഗ് മൾട്ടിമീറ്റർ. പച്ചയായിട്ട് പറഞ്ഞാൽ ഡിജിറ്റൽ മൾട്ടിമീറ്ററും അനലോഗ് മൾട്ടിമീറ്ററും തമ്മിലുള്ള ഒരു കമ്പാരിസൺ. ഈ കമ്പാരിസൺ ആണ് ഈ ഒരു ടേബിളിൽ പറഞ്ഞിരിക്കുന്നത്. അതുകൊണ്ട് അതെന്ത് ചെയ്യുക, നന്നായിട്ട് ഇതേപോലെ തന്നെ പഠിക്കുക. ഇതിലൊരു 6 പോയിൻ്റ് നിങ്ങൾ പഠിച്ചു വയ്ക്കണം. 6 പോയിൻ്റെങ്കിലും മിനിമം ഈ ഒരു ഭാഗത്തുനിന്ന് പഠിച്ചു വയ്ക്കുക. വളരെ ഇമ്പോർട്ടൻ്റ് ആണ്, പഠിക്കുക. അടുത്ത, വിച്ച് ടൈപ്പ് ഓഫ് ദി ഡാമ്പിംഗ് ഈസ് യൂസ്ഡ് ഇൻ മൂവിങ് കോയിൽ ഇൻസ്ട്രുമെൻറ്റ്. മൂവിങ് കോയിലാണെങ്കിൽ നിങ്ങൾ എല്ലാവർക്കും അറിയാം എഡ്ഡി കറണ്ട് ഡാമ്പിംഗ് ആണ്. ഇനി മൂവിങ് അയൺ ആണെങ്കിലോ എയർ ഫ്രിക്ഷൻ ഡാമ്പിംഗ്. ഇത് കഴിഞ്ഞൊരു വർഷം പരീക്ഷയ്ക്ക് ചോദിച്ചതാണ്, പക്ഷേ ഇതുവരെ പരീക്ഷയ്ക്ക് ചോദിച്ചിട്ടില്ല. ഞാനിത് ആഡ് ചെയ്തൊരു ക്വസ്റ്റ്യനാണിത്. ടൈപ്പ് ഓഫ് ഡാമ്പിംഗ് യൂസ്ഡ് ഇൻ മൂവിങ് അയൺ ഇൻസ്ട്രുമെൻറ്റ്. മൂവിങ് അയണിലാണെങ്കിൽ എയർ ഫ്രിക്ഷൻ ഡാമ്പിംഗ് ആണ്, പഠിച്ചു വെച്ചോളാം. ഇതുവരെ വരാത്ത ക്വസ്റ്റ്യനാണ്, അതുകൊണ്ട് ഇതിനൊരു സ്പെഷ്യൽ അറ്റൻഷൻ കൊടുക്കുക. അടുത്ത ക്വസ്റ്റ്യനിലേക്ക് കടക്കാം. അടുത്ത ക്വസ്റ്റ്യൻ, ഇല്ലസ്ട്രേറ്റ് ദ കൺവേർഷൻ ഓഫ് PMMC ഗാൽവനോമീറ്റർ ഇൻറ്റു വോൾട്ട്മീറ്റർ. അതായത് ഒരു PMMC ഗാൽവനോമീറ്റർ എന്ന് പറഞ്ഞാൽ അറിയാലോ, ഒരു സർക്യൂട്ടിലെ ഏറ്റവും കുറഞ്ഞ സ്മോൾ വോൾട്ടേജ് അല്ലെങ്കിൽ കറണ്ടിനെ മെഷർ ചെയ്യാൻ വേണ്ടിയിട്ടാണ് നമ്മൾ പൊതുവെ PMMC അല്ലെങ്കിൽ ഗാൽവനോമീറ്റർ ഉപയോഗിക്കുന്നത്. ഇവിടെ ചോദിച്ചത് എന്താ, PMMC ഗാൽവനോമീറ്ററിനെ എങ്ങനെ വോൾട്ട്മീറ്റർ ആക്കും? ഒന്നും വേണ്ട, ഗാൽവനോമീറ്ററിൻ്റെ കൂട്ടത്തിൽ ഒരു സീരീസ് റെസിസ്റ്റൻസ് കണക്ട് ചെയ്യുക, ഒരു ഹൈ വാല്യൂ ഉള്ള റെസിസ്റ്റൻസിനെ കണക്ട് ചെയ്യുക. അപ്പം അതാണ് ഇവിടെ പറഞ്ഞിരിക്കുന്ന കാര്യം. ഈ ഒരു സർക്യൂട്ട് വളരെ പ്രാധാന്യമുണ്ട്, പഠിച്ചു വയ്ക്കുക. വളരെ പ്രാധാന്യമുള്ള ഒരു സർക്യൂട്ടാണ്. ഇത് വരയ്ക്കാൻ വലിയ ബുദ്ധിമുട്ടൊന്നുമില്ലല്ലോ, ഇത് വരും. ഇതേപോലെ ഇതിനെ അമീറ്റർ ആയിട്ടാണ് കൺവേർട്ട് ചെയ്യുന്നതെങ്കിലോ, അമീറ്റർ ആണെങ്കിലോ റെസിസ്റ്റൻസ് എങ്ങനെ കണക്ട് ചെയ്യണം? പാരലായിട്ട് കണക്ട് ചെയ്യണം. ഇതാണ് അമീറ്ററായിട്ട് വെക്കുന്നത്. മനസ്സിലായല്ലോ, അമീറ്ററാക്കി വെക്കുന്നത്. ഇത് അതിൻ്റെ ഒരു എക്സ്പ്രഷനാണ്. ഈ എക്സ്പ്രഷനും ഇമ്പോർട്ടൻ്റ് ആണ്, കാരണം ഇതൊരു 3 മാർക്കിനാണ് ചോദിക്കുക. നമ്മൾ വെറുതെ ഇങ്ങനെ എഴുതിയിട്ട് ഈ ഒരു സർക്യൂട്ട് ഡയഗ്രം വരച്ചാൽ 1.5 മാർക്ക് നമുക്ക് കിട്ടും. ഓക്കെ, ഇത് പഠിക്കാൻ വളരെ എളുപ്പമാണത്. അതായത് ഇവിടെ നമ്മൾ വോൾട്ടേജ്, കാരണം 2 എലമെൻറ്റുകൾ സീരീസാണ്. അപ്പം ഈ ഒരു IG എന്ന് പറയുന്ന കറണ്ടാണ് ഏതിലേക്കൂടെ ഫ്ലോ ചെയ്യുന്നത്? ഈ Gയിലൂടെയും Rലൂടെയും. ഇപ്പം Gയും Rഉം എന്താണ്? സീരീസ് ആയിട്ടാണ് കണക്ട് ചെയ്തിരിക്കുന്നത്. അപ്പോൾ സീരീസ് ആകുമ്പോഴുള്ള ഗുണം എന്താണ്? സെയിം കറണ്ട് ആയിരിക്കും രണ്ടിലൂടെയും ഫ്ലോ ചെയ്യുക. ആണ് IG എന്ന് പറയുന്നത് സെയിം കറണ്ട്. അപ്പോൾ നമുക്കിവിടെ വോൾട്ടേജ് എങ്ങനെ എടുക്കാം? IG ഇൻറ്റു G പ്ലസ് IG ഇൻറ്റു R. സോ V ഈസ് ഈക്വൽ ടു IG ഇൻറ്റു G പ്ലസ് R. ഈ IGയെ നമുക്ക് എന്ത് ചെയ്യാം? ലെഫ്റ്റിലേക്ക് കൊണ്ടുവരാം. ഈ പറയുന്ന IG ഞാൻ താഴേക്ക് കൊണ്ടുവന്നു. സോ V ബൈ IG ഈസ് ഈക്വൽ ടു G പ്ലസ് R. നമ്മളിവിടെ കണ്ടുപിടിക്കേണ്ടത് എന്താണ്? ഈ R ആണ് കാണേണ്ടത് അല്ലേ? R എന്ന് പറഞ്ഞാൽ എന്താ ആയിരിക്കും വരിക? V ബൈ IG മൈനസ് G. V ബൈ IG മൈനസ് G. ഇമ്പോർട്ടൻ്റ് ആണ്, എളുപ്പമാണ്, പഠിച്ചു വയ്ക്കുക. ഇതേപോലെ തന്നെ പാരലായിട്ട് അതായത് നമ്മുടെ ഗാൽവനോമീറ്ററിനെ എങ്ങനെ അമീറ്ററായിട്ട് നമ്മൾ കൺവേർട്ട് ചെയ്യുന്നു? എങ്ങനെയാണ് അമീറ്ററായിട്ട് കൺവേർട്ട് ചെയ്യുന്നത്? വളരെ സിമ്പിളാണ്. അമീറ്റർ ആക്കണമെങ്കിൽ എന്ത് ചെയ്താൽ മതി? ഇതിന് പാരലായിട്ട് എന്ത് ചെയ്യുക? ഒരു ഷണ്ട് കണക്ട് ചെയ്യുക എന്നാണ് നമ്മൾ സാധാരണ പറയുക. അപ്പോൾ ഇവിടെ നമ്മൾ ചെയ്തതെന്ന് വെച്ചാൽ ആകെയുള്ള കറണ്ടാണ് I. കാരണം 2 എലമെൻറ്റുകൾ പാരലാണെങ്കിൽ വോൾട്ടേജാണ് സെയിം ആയിട്ട് വരിക. കറണ്ട് ഒരിക്കലും എന്താവില്ല? സെയിം ആയിരിക്കില്ല. അതായത് ഇതിലേ കൂടിയും ഒരു കറണ്ട് പോവും, ഇതിലേ കൂടിയും ഒരു കറണ്ട് പോവും. ഇവിടെ ശ്രദ്ധിച്ചോളൂ, ആകെയുള്ള കറണ്ട് എന്ന് പറയുന്നത് I ആണ്. ഈ Iയുടെ ഒരു ഭാഗം IG, ഈ ഒരു ഗാൽവനോമീറ്ററിലൂടെ ഒരു ഭാഗം പോയി. ബാക്കിയുള്ള കറണ്ടാണ് ഈ ഒരു ഷണ്ട് കൂടെ ഫ്ലോ ചെയ്യുക. അതാണ്. അപ്പം നമുക്ക് എല്ലാവർക്കും അറിയാം, എലമെൻറ്റുകളെ പാരലായിട്ടാണ് കണക്ട് ചെയ്തതെങ്കിൽ ഈ 2 വോൾട്ടേജുകൾ എന്തായിരിക്കും? സെയിം ആയിരിക്കും. ആദ്യത്തെ വോൾട്ടേജ് എന്ന് പറഞ്ഞാൽ ഈ ഗാൽവനോമീറ്ററിന് എക്രോസ് ആയിട്ടുള്ള വോൾട്ടേജ് ആണല്ലോ. ഇത് ഷണ്ടിന് എക്രോസ് ആയിട്ടുള്ള വോൾട്ടേജ്. നമുക്കറിയാം VG എന്ന് പറഞ്ഞാൽ
ഈ ഗാൽവനോമീറ്ററിൽ ഫ്ലോ ചെയ്യുന്ന കറണ്ടാണ് ഐ ജി. സോ ഐ ജി ഇൻറ്റു ജി ഈസ് ഈക്വൽ ടു, ഇവിടെയോ ആകെയുള്ള കറണ്ട് ഐ ആയിരുന്നു, അതിൻ്റെ ഒരു ഭാഗം ഇങ്ങോട്ട് പോയി, ബാക്കി എന്താ ഉണ്ടാവുക? ഐ മൈനസ് ഐ ജി അല്ലേ? ഐ മൈനസ് ഐ ജി ഏതിലൂടെ ഫ്ലോ ചെയ്തു? ഷണ്ടിലൂടെ. സോ ഐ മൈനസ് ഐ ജി ഇൻറ്റു എസ് എന്ന് എഴുതാം. അപ്പോൾ ഇതിനെങ്ങനെ മാറ്റാം? ഐ ജി ഇൻറ്റു ജി ഇസ് ഈക്വൽ ടു ഐ ഇൻറ്റു എസ് മൈനസ് ഐ ജി ഇൻറ്റു എസ്. ഇവിടെയും ഐ ജി ഇൻറ്റു ജി, ഇവിടെ ഐ ജി ഇൻറ്റു എസ്. ഈ ഒരു ഭാഗത്തെ ഞാൻ ലെഫ്റ്റിലേക്ക് കൊണ്ടുവരാം. സോ ഐ ജി ഇൻറ്റു ജി പ്ലസ് ഐ ജി ഇൻറ്റു എസ് ഇസ് ഈക്വൽ ടു ഐ ഇൻറ്റു എസ്. ബാക്കി എന്താ ഉണ്ടാവുക? ഐ ജി ഇൻറ്റു ജി പ്ലസ് എസ് ഇസ് ഈക്വൽ ടു ഐ ഇൻറ്റു എസ്. ഐ ഇൻറ്റു എസ്. അപ്പം നിങ്ങൾക്ക് എസ്സിന് കണ്ടുപിടിക്കാൻ പറ്റുമല്ലോ. എങ്ങനെ എസ് കണ്ടുപിടിക്കുക? എസ് എങ്ങനെ കണ്ടുപിടിക്കും? എസ് അല്ലെങ്കിൽ വേണ്ട, ഇവിടെ ഐ ജി ബൈ ഐ എടുത്ത് നോക്കൂ. ഐ ജി ബൈ ഐ എന്ന് പറഞ്ഞാൽ എന്താ വരിക? ഐ ജി ബൈ ഐ എന്ന് പറഞ്ഞാൽ എസ് ഡിവൈഡഡ് ബൈ ജി പ്ലസ് എസ്. ഐ ജി ബൈ ഐ ഈസ് ഈക്വൽ ടു എസ് ഡിവൈഡഡ് ബൈ ജി പ്ലസ് എസ് എന്ന് വരും. എസ് ഡിവൈഡഡ് ബൈ ജി പ്ലസ് എസ്. അതാണ് ഇവിടെ നമ്മൾ സോൾവ് ചെയ്ത് വെച്ചത്. കിട്ടി എന്ന് വിചാരിക്കുന്നു. വളരെ ഇമ്പോർട്ടൻ്റ് ആണ്, പരീക്ഷയ്ക്ക് ഇത് വന്ന ഒരു ചോദ്യമാണ്. അതുകൊണ്ട് തന്നെ ഇത് കൃത്യമായിട്ട് പഠിച്ചുറപ്പിക്കാൻ ശ്രമിക്കുക. ഓക്കെ, വെരി വെരി ഇമ്പോർട്ടൻറ്റ്. അടുത്ത ചോദ്യം, എക്സ്പ്ലെയിൻ ദ റെസിസ്റ്റൻസ് അറേഞ്ച്മെൻറ്റ് യൂസ്ഡ് ഇൻ അനലോഗ് മൾട്ടിമീറ്റർ ഫോർ മെഷർമെൻറ്റ് ഓഫ് ഡി സി വോൾട്ടേജസ് അറ്റ് ഡിഫറൻറ്റ് റേഞ്ച്. ഇത് നമ്മൾ മൾട്ടിമീറ്റർ എന്ന് പറയുന്ന ഒരു വീഡിയോ ഉണ്ട്, അതിൽ കവർ ചെയ്ത ഭാഗമാണ്. അപ്പോൾ അവിടെ ചോദിച്ചത് എന്താണ്? ഒരു അനലോഗ് മൾട്ടിമീറ്റർ ഉപയോഗിച്ച് ഡി സി വോൾട്ടേജ് നമ്മൾ മെഷർ ചെയ്യുകയാണ്. ഇത് മെഷർ ചെയ്യുമ്പം എന്താണ് അവിടുത്തെ അറേഞ്ച്മെൻറ്റ്? ഈ പറയുന്ന 9 സ്റ്റെപ്പും അവിടെ ഉണ്ടാവണം. കാരണം എന്നാൽ മാത്രമേ ഈ ഒരു മെഷർമെൻറ്റ് കംപ്ലീറ്റ് ആവുകയുള്ളൂ. അപ്പോൾ ഇത് പ്രാധാന്യമുണ്ട്, അതുകൊണ്ട് പഠിച്ചു വയ്ക്കുക കേട്ടോ. കൂടുതൽ ഞാനത് പറയുന്നില്ല. അടുത്ത ക്വസ്റ്റ്യൻ, ഇല്ലസ്ട്രേറ്റ് ദ കൺസ്ട്രക്ഷൻ ആൻഡ് വർക്കിംഗ് ഓഫ് മൂവിംഗ് കോയിൽ ഇൻസ്ട്രുമെൻറ്റ്. ഈ ഒരു ചോദ്യം വന്നാൽ നിങ്ങൾ ആദ്യം നോക്കണം, ഇത് അധികവും ഒരു 7 മാർക്കിനാണ് ചോദിക്കുക. 7 മാർക്കിനാണ് ഇത് ചോദിക്കുക. അപ്പോൾ ഇവിടെ നിങ്ങൾ മനസ്സിലാക്കേണ്ടത് കൺസ്ട്രക്ഷൻ ആൻഡ് വർക്കിംഗ് ഓഫ് മൂവിംഗ് കോയിൽ ഇൻസ്ട്രുമെൻറ്റ് വളരെ ഡീറ്റെയിൽഡായിട്ട് നമ്മളിത് ക്ലാസ് എടുത്തതാണ്. അതുകൊണ്ട് ആ ക്ലാസ് ഒന്ന് കൃത്യമായിട്ട് കാണുക. വളരെ പ്രാധാന്യമുണ്ട്. പരീക്ഷയ്ക്ക് അധികവും ഈ ഒരു PMMC കോയിൽ വരാറുണ്ട്. PMMCയും മൂവിംഗ് അയൺ, ഇതൊരു എസ്എ ടൈപ്പ് ക്വസ്റ്റ്യൻ ആണ്. PMMC അല്ലെങ്കിൽ മൂവിംഗ് അയൺ ഇൻസ്ട്രുമെൻറ്റിൽ നിന്ന് ഒരു ചോദ്യം എല്ലാ വർഷവും പരീക്ഷയിൽ ചോദിക്കാറുണ്ട്. അപ്പോൾ അതുകൊണ്ട് ഇതിൽ ചെയ്യുമ്പോൾ നിങ്ങൾ ആദ്യം മനസ്സിലാക്കേണ്ടത് ഈ ഒരു ഫിഗർ ഒന്ന് വരച്ചു പഠിക്കുക. ഈ പറയുന്ന ഫിഗർ കമ്പൽസറിയാണ്. അതുകൊണ്ട് ഫിഗർ പഠിച്ചാൽ തന്നെ ഒരു 3.5 മാർക്ക് ഉറപ്പായിട്ട് നിങ്ങൾക്ക് കിട്ടും. അത് പഠിക്കുക. ഇനി ഇതിൻ്റെ പാർട്ടുകൾ ഏതൊക്കെയാണുള്ളത്? PMMC ആണ് അല്ലേ? ഒരു പെർമനൻറ്റ് മാഗ്നറ്റ് ഉണ്ട്, ഒരു മൂവിങ് കോയിൽ, പെർമനൻ്റ് ആയൊരു മാഗ്നറ്റ് സിസ്റ്റം, അതേപോലെ ഒരു മൂവിങ് കോയിൽ സിസ്റ്റം അതിലുണ്ട്. പിന്നെ ഇതിനെ കൺട്രോൾ ചെയ്യുന്ന ഒരു സ്പ്രിങ് മെക്കാനിസം അല്ലേ? ഇവിടെയുള്ള ഈ ഒരു ലോവറിലും അപ്പറിലും വെച്ചിരിക്കുന്ന ഈ ഒരു സ്പ്രിങ്ങിൻ്റെ മെക്കാനിസം ഇതിലുണ്ട്, പഠിക്കുക. ഇനി ഇവിടുന്ന് കഴിഞ്ഞൊരു വർഷം ചോദിച്ച ക്വസ്റ്റ്യൻ ഇതായിരുന്നു, ഡിഫ്ലക്റ്റിംഗ് ടോർക്ക്. അതായത് ഈ പറയുന്ന സിസ്റ്റത്തിൽ പ്രൊഡ്യൂസ് ചെയ്തിരിക്കുന്ന ടോർക്കിൻ്റെ ഇക്വേഷൻ. അതുകൊണ്ട് ഈ ഒരു ഇക്വേഷൻ കമ്പൽസറി ആയിട്ട് നിങ്ങൾ പഠിച്ചിരിക്കണം. ഡിഫ്ലക്റ്റിംഗ് ടോർക്ക് ഇസ് ഈക്വൽ ടു NBAI. N എന്ന് വെച്ചാൽ നമ്പർ ഓഫ് ടേൺസ്, B എന്ന് പറഞ്ഞാൽ ഫ്ലക്സ് ഡെൻസിറ്റി, A എന്ന് പറഞ്ഞാൽ ഏരിയ ഓഫ് ദി കോയിൽ, I എന്ന് പറഞ്ഞാൽ അതിലൂടെ ഫ്ലോ ചെയ്യുന്ന കറണ്ട്. ഇമ്പോർട്ടൻ്റ് ആണ്, പഠിച്ചു വയ്ക്കുക. അപ്പോൾ ഇവിടുത്തെ കൺസ്ട്രക്ഷൻ നിങ്ങൾക്ക് ഓൾറെഡി കിട്ടിക്കഴിഞ്ഞു. കൺട്രോളിംഗ് ടോർക്ക്, ഡിഫ്ലക്റ്റിംഗ് ടോർക്ക് കിട്ടി. അടുത്തത് വർക്കിംഗ് ഓഫ് ഡിജിറ്റൽ മൾട്ടിമീറ്റർ. അധികവും മൂവിംഗ് കോയിൽ ഇൻസ്ട്രുമെൻറ്റ്സ് കഴിഞ്ഞാൽ ഇതിൻ്റെ കൂട്ടത്തിൽ വരുന്ന മറ്റൊരാളാണ് ഡിജിറ്റൽ മൾട്ടിമീറ്റർ. ഈ ഭാഗത്തുനിന്ന് എസ്എ ക്വസ്റ്റ്യന്
സ്ഥിരമായിട്ട് വരുന്നൊരു ഭാഗം. ഒന്ന് മൂവിങ് കോയിൽ ഇൻസ്ട്രുമെൻ്റ് എന്നൊരു എസ്എ ക്വസ്റ്റ്യൻ ചോദിക്കാറുണ്ട്, അതായത് 7 മാർക്കിൻ്റെ ഒരു ക്വസ്റ്റ്യൻ ചോദിക്കാറുണ്ട്. ഇതേപോലെ DVM, DVM അല്ല DM, ഡിജിറ്റൽ മൾട്ടിമീറ്റർ ചോദിക്കാറുണ്ട്. അതിൽ ചിലപ്പോൾ സ്പെസിഫിക് ആയിട്ട് പറയും ഇന്നതിൻ്റെ മെഷർമെൻറ്റ്, വോൾട്ടേജ് അല്ലെങ്കിൽ കറണ്ട്, റെസിസ്റ്റൻസ്, AC വോൾട്ടേജ്, DC വോൾട്ടേജ്. അപ്പോൾ ഏത് ചോദിച്ചാലും ഈ സർക്യൂട്ട് ഡയഗ്രാം ആദ്യം വരച്ച് വയ്ക്കുക. അപ്പോൾ അത് വരച്ച് വെച്ചതിന് ശേഷം എക്സ്പ്ലനേഷൻ ഒന്ന് പഠിച്ചു വെക്കുക. വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. പ്രത്യേകിച്ച് ഇതിൽ കൂടുതൽ വലിയ കാര്യങ്ങളൊന്നും ഇതിൽ നമുക്ക് അത്രയ്ക്കൊന്നും പറയാനില്ല. ഓക്കെ, അതുകൊണ്ടത് കൃത്യമായിട്ട് പഠിക്കാം. അടുത്ത ക്വസ്റ്റ്യൻ, ഡിഫറൻസ് ബിറ്റ്വീൻ മൂവിങ് കോയിൽ ആൻഡ് മൂവിങ് അയൺ. നമുക്കറിയാം മൂവിങ് കോയിൽ എന്ന് വെച്ചാൽ DC മെഷർമെൻറ്റിനും മൂവിങ് അയൺ എന്ന് വെച്ചാൽ AC ടു DC മെഷർമെൻറ്റിനും പോസിബിളാണ്. അപ്പോൾ ഇതിലൊരു 6 പോയിൻ്റ് ഇവിടത്തിലും പഠിക്കുക. ഏതെങ്കിലും ഒരു 6 പോയിൻ്റ് പഠിച്ചു വയ്ക്കുക. പക്ഷെ അതിൽ എപ്പോഴും മനസ്സിലാക്കണം, ഈ ഒരു പോയിൻ്റ് കമ്പൽസറിയാണ്. അതായത് മൂവിങ് കോയിലാണെങ്കിൽ DC പാരാമീറ്റർ മെഷർ ചെയ്യാനും മൂവിങ് അയൺ ആണെങ്കിൽ ACയും DCയും മെഷർമെൻറ്റിന് കൃത്യമായിട്ട് ഉപയോഗിക്കും. അതായത് അതാണ് അതിൻ്റെ മെയിൻ ആപ്ലിക്കേഷൻ എന്ന കാര്യം കൃത്യമായിട്ട് പഠിക്കുക. അപ്പം മൂവിങ് കോയിലും മൂവിങ് അയണും പ്രാധാന്യമുണ്ട്. അതിൽ ഞാൻ ഈ മാർക്ക് ചെയ്ത ആ ഒരു പോയിന്റ് എന്തായാലും അതിലുണ്ടാവണം. അതാണ് ഏറ്റവും പ്രധാനം. അത് കൂടാതെ ഒരു 5-6 പോയിന്റ്, അത് കൂടാതെ ഒരു 6 പോയിന്റോട് പഠിച്ചു വയ്ക്കുക. എളുപ്പമാണ്, മാർക്ക് കിട്ടും. അടുത്തത് കൺസ്ട്രക്ഷൻ വർക്കിംഗ് ഓഫ് മൂവിങ് അയൺ. നേരത്തെ മൂവിങ് കോയിൽ പറഞ്ഞ പോലെ തന്നെ മൂവിങ് അയൺ, അതിൻ്റെയും വീഡിയോ ലെക്ചർ ഞാൻ തന്ന പ്ലേലിസ്റ്റിലുണ്ട്, പഠിച്ചു വയ്ക്കാം. അടുത്തത് ഇവിടെ ടോർക്ക് ഇക്വേഷൻ. ഞാൻ നേരത്തെ പറഞ്ഞു മൂവിങ് കോയിൽ ഇൻസ്ട്രുമെൻസിലായിരുന്നു നമ്മൾ നേരത്തെ പഠിച്ച NBAI എന്ന് പറയുന്ന ഇക്വേഷൻ. ഇത് മൂവിങ് അയൺ ആണ്. ഇത് ഇതുവരെ ചോദിച്ചിട്ടില്ല. ചിലപ്പം പറയുക എങ്ങനെയാണെന്ന് വെച്ചാൽ എങ്ങനെയായിരിക്കും ക്വസ്റ്റ്യൻ വരിക, ഗിവ് ദി ചിലപ്പോൾ ഇങ്ങനെയായിരിക്കും ചോദിക്കാം, ഡിഫ്ലക്റ്റിംഗ് ടോർക്ക് ഓഫ് മൂവിങ് അയൺ ഇൻസ്ട്രുമെന്റ് ഈസ് ഡാഷ്. ഡിഫ്ലക്റ്റിംഗ് ടോർക്ക് ഓഫ് മൂവിങ് അയൺ ഇൻസ്ട്രുമെൻ്റ് ആണ് ½ I² dL/d². L എന്ന് പറഞ്ഞാൽ കോയിലിൻ്റെ ഇൻഡക്റ്റൻസ് ആണ് എന്ന് പഠിക്കുക. അപ്പോൾ ഈ ഒരു ചോദ്യം 1 മാർക്കിന് ചോദിക്കാൻ ഈ വർഷം സാധ്യതയുണ്ട്. അതുകൊണ്ട് അതൊന്ന് കൃത്യമായിട്ട് തന്നെ പഠിച്ചുറപ്പിക്കുക. ഓക്കെ ആണല്ലോ. അപ്പം ഇതിൽ നിന്ന് സ്ഥിരമായിട്ട് വരുന്ന എസ്എ ക്വസ്റ്റ്യൻ ആണ് ഡിജിറ്റൽ മൾട്ടിമീറ്റർ, മൂവിങ് കോയിൽ. ചിലപ്പോൾ ഈ വർഷം മൂവിങ് കോയിലിന് പകരം മൂവിങ് അയൺ വന്നേക്കാം. അങ്ങനെ വന്നാൽ നിങ്ങൾക്കത് കൃത്യമായിട്ട് ആൻസർ ചെയ്യാൻ സാധിക്കണം. ഇറ്റ് ഈസ് ഹൈലി ഇമ്പോർട്ടൻ്റ് ആണ്. അതുകൊണ്ട് അതൊന്ന് നന്നായിട്ട് ഒന്ന് ഫോക്കസ് ചെയ്ത് പഠിച്ചു വയ്ക്കുക. അപ്പോൾ ഇവർ 2 കമ്പാരിസൺ ആണ് വരാറുള്ളത്. ഒന്ന് മൂവിങ് കോയിൽ, അതേപോലെ മൂവിങ് അയൺ. പിന്നെ അനലോഗ് മൾട്ടിമീറ്ററും ഡിജിറ്റൽ മൾട്ടിമീറ്ററും ഇമ്പോർട്ടൻ്റ് ആണ്. ഇത് 2 കമ്പാരിസൺ ചോദിച്ചാൽ മിനിമം ഒരു 6 പോയിന്റ് രണ്ടിലും പഠിച്ചു വയ്ക്കുക. മൂവിങ് കോയിൽ എന്ന് പറഞ്ഞാൽ DCക്ക് മാത്രം, മൂവിങ് അയൺ AC ആൻഡ് DC. ആ പോയിന്റ് ഒഴികെയുള്ള 6 പോയിൻ്റാണ് ഞാൻ പറഞ്ഞത്. ഇതെന്തായാലും ഉണ്ടാവണം, ഇത് ഒഴികെയുള്ള 6 പോയിന്റുകൾ. ഓക്കെയാണ് എന്ന് വിചാരിക്കുന്നു. അപ്പം ഇത്രയാണ് നമ്മളുടെ 2ാമത്തെ മൊഡ്യൂളിൽ നിന്ന് നിർബന്ധമായിട്ടും പഠിച്ചിരിക്കേണ്ടത്. ഓക്കെ, താങ്ക് യു.